ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള 3 പ്രൊഡക്ട്സുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഇത് എത്രത്തോളം നല്ലതാണെന്നും ചീത്തതാണെന്നും ഒക്കെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇതാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഇത് എനിക്ക് സിങ്കിന് താഴേക്ക് ആയിട്ട് കുറച്ച് സാധനങ്ങൾ, കുറച്ച് നമ്മുടെ പാത്രങ്ങളോ അല്ലെങ്കിൽ വേറെ സാധനങ്ങളൊക്കെ വെക്കാന്നുള്ള ഒരു രീതിയിലാണ് ഇത് ഞാൻ പർച്ചേസ് ചെയ്തത്. ഇതുപോലെ അതിന്റെ ടൂൾസും കാര്യങ്ങളൊക്കെ ഇതിന്റെ കൂടെ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്ര വലിയ ഈസി ഒന്നും ആയിരുന്നില്ല കേട്ടോ. ഇത് സെറ്റ് ചെയ്യുന്ന സമയത്ത് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കാറ്റലോഗും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അങ്ങനെ ചെയ്യാൻ കേട്ടോ. അപ്പം ഞാൻ കൗണ്ടർ ടോപ്പിന് താഴെയുള്ള ആ ഒരു ഷെൽഫിൽ ഇത്രയധികം പാത്രങ്ങൾ ഇങ്ങനെ അട്ടിക്കട്ടിക്കായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലൊന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഫിറ്റ് ചെയ്തൊന്നും ശരിയല്ല കേട്ടോ. എല്ലാം ഡിസോർഡർ ആയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ഇതെല്ലാം വീണ്ടും ഊരിയെടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യം ഇങ്ങനെ ഒരു കനം കുറഞ്ഞത് കൊടുത്തിട്ട് പിന്നെ കനം കൂടിയതുണ്ട് കേട്ടോ, കൂടിയതുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇതുപോലെ അതിനകത്തേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോഴേ നമുക്കങ്ങനെ വലുതാക്കാനും ചെറുതാക്കാനൊക്കെ പറ്റുള്ളൂ. പിന്നെ ഈ ഒരു സ്ക്രൂ വെച്ചിട്ട് ഇടയ്ക്ക് ഒന്ന് ടൈറ്റായി കൊടുത്തിട്ടുണ്ട്. അതുപോലെ വലിപ്പം കിട്ടും. പിന്നെ അത് നമുക്ക് ചെറുതാക്കും വലുതാക്കും ചെയ്യാം കേട്ടോ. അങ്ങനെ ഞാൻ ഇതിനകത്ത് വെച്ചപ്പോൾ നമുക്ക് ഒരിക്കലും സൂട്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് പാത്രങ്ങളൊക്കെ വീണ്ടും അതിനകത്തേക്ക് തന്നെ എടുത്ത് വെച്ചിട്ടോ. എന്നിട്ട് ഞാൻ സിങ്കിന് താഴെ ഉണ്ടാവില്ല ഒരുപാട് സ്പേസ്, അപ്പം അതിന് താഴെയായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതുപോലെയാണ് കേട്ടോ കിട്ടുന്നത്. ഇങ്ങനെ ചെയ്തതിന് ശേഷം പിന്നെ ഈ ഒരു സാധനം വെച്ചിട്ട് നമ്മൾ എടുക്കണം. അപ്പം അതിൻ്റെ മുകളിലായിട്ടാണ് കേട്ടോ പാത്രങ്ങളൊക്കെ വെക്കേണ്ടത്. അപ്പം ഞാൻ ഈ താഴെ വെച്ചിട്ടുണ്ടല്ലോ, അപ്പം അത് ശരിയല്ലായിരുന്നു. അത് കുറച്ചും കൂടി മുകളിലേക്കാണ് കേട്ടോ വെക്കേണ്ടത്. പിന്നെ അതും കൂടി മുകളിലേക്ക് വെച്ച് കൊടുത്തപ്പോൾ അത് അതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് പാത്രങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വെക്കായിരുന്നു കേട്ടോ. ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് വളരെ മോശമായിരുന്നു. അത്രയും ക്വാളിറ്റി കുറവായിരുന്നു. ഒരിക്കലും എനിക്ക് യൂസ് ആക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു ഈ ഒരു പ്രൊഡക്റ്റ്. ഞാൻ ചില ദിവസങ്ങളിലൊക്കെ രാവിലെ നീറ്റ് വരുമ്പോൾ തന്നെ പാത്രങ്ങളെല്ലാം മറിഞ്ഞു വീണിട്ടുണ്ടാവും. അത്രയും ക്വാളിറ്റി കുറവുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു കേട്ടോ. ഇതെല്ലാം ഇതുപോലെ ഇങ്ങനെ അടുക്കി പെറുക്കി വെക്കുമ്പോൾ കാണുമ്പോൾ നല്ല ഭംഗിയായിട്ട് നല്ലൊരു സെറ്റായിട്ട് ഇരിക്കുന്നത് പോലെ തോന്നും. പക്ഷേ ഒരിക്കലും അങ്ങനെയല്ല. ഇത് ഭയങ്കര ഫ്ലോപ്പായിരുന്നു കേട്ടോ. പിന്നെ അടുത്ത പ്രൊഡക്റ്റ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ ഫ്രൂട്ടൊക്കെ വെക്കുന്ന ഒരു ബാസ്ക്കറ്റാണ് കേട്ടോ. ഇത് 2 ഷെൽഫായിട്ട് വരുന്ന ഒരു ബാസ്ക്കറ്റാണ്. ഇതിൻ്റെ ടൂൾസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ തന്നിട്ടുണ്ട്. അത് ടൈറ്റാക്കാനുള്ള സ്ക്രൂ ഡ്രൈവർ അടക്കം അതിൻ്റെ കൂടെ ഉണ്ട്. അപ്പം ഞാനിത് ഓരോന്നോരോന്നും പുറത്തെടുത്ത് ഇത് കാറ്റലോഗൊക്കെ നോക്കിയിട്ട് ഇതൊന്ന് ഫിറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. സ്ക്രൂ എല്ലാം എടുത്തിട്ട് തലങ്ങും വിലങ്ങും നോക്കി കുറേയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മുറുക്കി കൊടുക്കുന്നുണ്ട്. എനിക്കതിൻ്റെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് മോന് വന്നിട്ടാണ് ഇത് ശരിക്ക് അതിൻ്റെ ഒരു ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ശരിയാക്കി തന്നത് കേട്ടോ. 2 ലെയറിൽ വരുന്ന ഈ ഒരു പ്രൊഡക്റ്റ് നല്ല ക്വാളിറ്റി ഉള്ളതായിരുന്നു. 2 കളറിലാണ് വരുന്നത്, ഒരു ബ്ലാക്ക് ഒരു വൈറ്റിലും. നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. അതുപോലെ ഇത് ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് വന്നപ്പോൾ നല്ല അടിപൊളി സാധനമായിരുന്നു കേട്ടോ. നല്ല ഫ്രൂട്ട്സ് ഒക്കെ വെക്കുമ്പോൾ അടിക്കളിക്ക് ഒന്നുമില്ല, നല്ല സൂപ്പർ പ്രൊഡക്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ ഇത് 2 ലെയറിൽ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി സാധനങ്ങളൊക്കെ അതിൽ വെക്കാൻ പറ്റുന്നുണ്ട്. ഇനി വെജിറ്റബിൾസ് അല്ലെങ്കിൽ ബോട്ടിൽസ് അങ്ങനെ എന്ത് വേണമെങ്കിലും വെക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അടുത്തത് നമ്മുടെ മൾട്ടി ലെയർ സ്റ്റോറേജ് ഷെൽഫ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ. 5 ലെയർ വരുന്നതാണ് ഇത്. ഇത് ഓപ്പൺ ചെയ്യുന്ന മോളാണ് കേട്ടോ. മോൾക്ക് ഇങ്ങനെ ഈ അൺബോക്സിങ് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് വന്നപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തോളാന്ന് പറഞ്ഞിട്ട് അവളാണ് കേട്ടോ അത് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ എല്ലാം ഞാൻ ഷോർട്ടായിട്ടുള്ള വീഡിയോസ് ഇതിന് കുറച്ച് മുന്നായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വീഡിയോ അങ്ങനെ എഡിറ്റ് ചെയ്യാനൊക്കെ കുറച്ച് വൈകി പോയതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ സംഭവം. ഇത് അതുപോലെ 5 ലെയറിലാണ് വരുന്നത്. ഇത് ബ്ലാക്ക് കോട്ടിങ് വന്നിട്ടുള്ളതാണ്. നല്ല സൂപ്പർ സാധനമാണ് കേട്ടോ. ഇത് ഞാൻ നാട്ടിലേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഹോം ടൂർ കാണിച്ചപ്പോൾ അതിൽ ഒരുപാട് പേര് എന്നോട് വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ സ്റ്റാൻഡ് എവിടുന്ന് വാങ്ങിച്ചതെന്ന്. ഞാനത് ഇവിടുന്ന് ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു. ഇത് ഞാനിപ്പോൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇതിനിങ്ങനെ വീലൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ എല്ലായിടത്തും കൊണ്ടുപോകാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ. ഇത് ലോക്ക് ചെയ്ത് വെക്കാനുള്ള സൗകര്യം കൂടി ഉണ്ട്. അപ്പോൾ ചെറിയൊരു സ്പേസിൽ തന്നെ നമുക്ക് ഒത്തിരി സാധനങ്ങൾ ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഞാനിവിടെ കുറേ സാധനങ്ങൾ ഒരു 4 ബക്കറ്റിലാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സാധനങ്ങൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് അതിനകത്ത് നിറക്കാന്നുള്ള ഒരു രീതിയിൽ എല്ലാം ബക്കറ്റിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയധികം സാധനങ്ങൾ ഞാൻ അതിനകത്ത് വെക്കാൻ പോകുന്നുണ്ട് കേട്ടോ.
സൂപ്പർ മാർക്കറ്റിൽ പോകുന്ന സമയത്ത് ഒത്തിരി സാധനങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് വാങ്ങിക്കുക. അപ്പോൾ ഇതെല്ലാം കൂടിയും കൊടുന്ന് വെക്കുമ്പോൾ ഒരുപാടുണ്ടാവും. അപ്പോൾ ഞാൻ ഇതുപോലെ ബക്കറ്റിനകത്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം എടുത്തിട്ട് ഇപ്പോൾ ഇതാ നമ്മുടെ ഓരോ ഷെൽഫിനകത്തും നിറക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയധികം ടീ പൗഡർ എന്തിനാ, ഞാൻ ഇത്രയധികം ചായ കുടിക്കുന്നുണ്ടോ എന്ന് വിചാരിക്കേണ്ട. ഇത് എൻ്റെ മാമനെ എനിക്ക് കൊടുന്നു തരുന്നതാണ്. അപ്പോൾ ഞാനിതിങ്ങനെ എടുത്ത് വെക്കും. ഇടയ്ക്ക് ആർക്കെങ്കിലൊക്കെ എടുത്തു കൊടുക്കും, അല്ലെങ്കിൽ നാട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ആർക്കെങ്കിലും കൊടുക്കും, അങ്ങനെയൊക്കെ ചെയ്യാറാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എല്ലാ ടീ ബാഗും കൂടി ഞാൻ അതിനകത്ത് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചാൽ ഒത്തിരി സ്ഥലം കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ടീ ബാഗ്സും പിന്നെ സേമിയ ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഷെൽഫ് ഫുള്ളായിട്ടുണ്ട്. അടുത്ത ഷെൽഫിൽ ഞാനിതാ കുറേ പൊടികൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പൊട്ടിച്ചത്, നമ്മുടെ മറ്റേതെല്ലാം പൊട്ടിക്കാത്തതാണ്. അപ്പോൾ ഇത് പൊട്ടിച്ച് ബാക്കിയിട്ടുള്ള ചെറിയ ചെറിയ പാക്കറ്റുകൾ ഉണ്ടാവില്ല, അതെല്ലാം ഞാൻ അതിനകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടിയും പാക്കറ്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ റവ, അതുപോലുള്ള ഐറ്റംസ്, കടലമാവ്, അങ്ങനെയുള്ളതൊക്കെ ഇതിനകത്ത് ഒരു 5-6 പാക്കറ്റ് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത 4മതുള്ളതിൽ ഞാൻ അടുത്ത ബക്കറ്റിനകത്ത് നിന്നുള്ള സാധനങ്ങളെല്ലാം കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നിറയെ നൂഡിൽസ് ആയിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി ഈ ഒരു ഷെൽഫിനകത്ത് വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇതെല്ലാം കൂടി ഇതിനകത്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് നമ്മുടെ ഷെൽഫ് 5മത്തെയാണ് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ ഉപ്പ്, അതുപോലെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം നാട്ടിൽ നിന്ന് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതെല്ലാം കൂടി അതിനകത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ 5 ഷെൽഫ് ഇവിടെ ഫുള്ളായിട്ടുണ്ട്. പിന്നെ മുകളിലുള്ള കുറച്ച് സ്പേസും കൂടി ഉണ്ട് കേട്ടോ. അവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് നിറച്ച് വെക്കാം. അപ്പം ഇത്രയും സാധനങ്ങൾ ഇതിനകത്ത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. കുറച്ച് സ്ഥലം മതിയാണല്ലോ. പിന്നെ ഇത് സാധനങ്ങൾ എടുക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി. ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി പറയുവാണെങ്കിൽ സൂപ്പർ സാധനമാണ് കേട്ടോ. അടിപൊളി പ്രൊഡക്റ്റാണ്. നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ ചെറിയ രീതിയിലുള്ള സ്പേസ് മതി. അതുപോലെ എടുക്കാനൊക്കെ നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. പിന്നെ മുകളിൽ കുറച്ച് സ്ഥലം കൂടി ഉണ്ട്. അവിടെ ഞാൻ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണാനുള്ളൊരു ഭംഗിക്ക് കൂടിയായിട്ട്. ഞാൻ എൻ്റെ സ്റ്റോർ റൂമിനകത്താണ് കേട്ടോ ഇത് വെച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള സാധനമാണ് കേട്ടോ ഇത്. ഇതിൽ ഒരുപാട് സാധനങ്ങൾ എനിക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ കിച്ചണിനകത്തൊക്കെ നമുക്ക് സാധനങ്ങൾ വെക്കാനുള്ള ഒരു പരിമിതി ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് ഒരുപാട് ഉപയോഗമുള്ള സാധനമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആമസോണിലൊന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയാണ് നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റ് അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.